നമസ്കാരം. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന ചില സാധനങ്ങൾ ഉണ്ടാകും. ചിലത് പൊട്ടിപ്പോയതായിരിക്കാം, ചിലത് കേടായതായിരിക്കാം, ചിലതിനി എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതി സ്റ്റോർ റൂമിലോ വീടിൻ്റെ ഏതെങ്കിലും മൂലയിലോ കട്ടിലിൻ്റെ അടിയിലോ അലമാരിയുടെ മുകളിലോ ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ടാകും അല്ലേ? പക്ഷേ വാസ്തുവിശ്വാസപ്രകാരം ഇത്തരത്തിൽ ചില വസ്തുക്കൾ വീട്ടിൽ ദീർഘകാലം സൂക്ഷിക്കുന്നത് നല്ലതല്ലെന്നാണ് പറയപ്പെടുന്നത്. ചിലർ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള വസ്തുക്കൾ വീട്ടിലെ പോസിറ്റീവ് അന്തരീക്ഷത്തെ ബാധിക്കുമെന്നും സാമ്പത്തിക പുരോഗതിക്കും കുടുംബ സമാധാനത്തിനും തടസ്സമാകുമെന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ലെന്ന് പരമ്പരാഗതമായി പറയപ്പെടുന്ന 10 വസ്തുക്കളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് അത് എന്തുകൊണ്ടാണ് വീട്ടിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടോ അത് വീട്ടിലുണ്ടെങ്കിൽ എന്ത് ദോഷമാണ് പരമ്പരാഗത വിശ്വാസപ്രകാരം പറയപ്പെടുന്നത്. അങ്ങനെ ഒരു വസ്തു വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യം തന്നെ പൊട്ടിയ വിഗ്രഹങ്ങൾ അതെടുക്കുക. പൊട്ടിയതോ വിള്ളൽ വന്നതോ ആയ വിഗ്രഹങ്ങളെ പറ്റി നോക്കിയാലോ. പല വീടുകളിലും പഴയ വിഗ്രഹങ്ങൾക്ക് ചെറിയ പൊട്ടലോ വിള്ളലോ വന്നാലും ഇത് ദൈവത്തിൻ്റെ വിഗ്രഹമല്ലേ, കളയാൻ പാടില്ല എന്ന് കരുതി വർഷങ്ങളോളം പൂജാമുറിയിലോ അലമാരിയിലോ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ പരമ്പരാഗത വിശ്വാസപ്രകാരം പൊട്ടിയ വിഗ്രഹങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതിന് ഉചിതമല്ലെന്നാണ് പറയുന്നത്. പൂജാമുറി എപ്പോഴും വൃത്തിയും പവിത്രതയും നിറഞ്ഞതായിരിക്കണം എന്നതാണ് ഇതിന് പിന്നിലെ ആശയം. എന്താണ് ദോഷം? ഇത്തരം വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചാൽ വീട്ടിലെ ആത്മീയ അന്തരീക്ഷം കുറയുമെന്നും മനസ്സമാധാനം നഷ്ടപ്പെടുമെന്നും ചിലർ വിശ്വസിക്കുന്നു. ഇതൊരു പരമ്പരാഗതമായ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പൊട്ടിയ വിഗ്രഹങ്ങൾ സാധാരണ മാലിന്യത്തിലേക്ക് വലിച്ചെറിയാൻ പാടേയില്ല. വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് ആദരവോടെ മാറ്റിവെക്കുക. തുടർന്ന് സമീപത്തെ ക്ഷേത്രത്തിൽ ചോദിച്ചിട്ട് അവിടുത്തെ ആചാരപ്രകാരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കി അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂടാതെ ഒഴുക്കുള്ള വെള്ളത്തിൽ കളയാനും പറ്റുമെന്ന് നമ്മൾ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയതും വൃത്തിയുള്ളതുമായ വിഗ്രഹങ്ങൾ മാത്രം പൂജയ്ക്കായി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അടുത്തത് പൊട്ടിയ കണ്ണാടി. പല വീടുകളിലും ചെറിയൊരു വിള്ളൽ വന്ന കണ്ണാടി പോലും ഇപ്പോഴും ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി വർഷങ്ങളോളം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ചിലർ അത് സ്റ്റോർ റൂമിലെടുത്ത് വയ്ക്കും. എന്നാൽ വാസ്തുവിശ്വാസപ്രകാരം ഇത് നല്ലതല്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കിയാലോ. കണ്ണാടി എന്നത് നമ്മുടെ പ്രതിബിംബം കാണിക്കുന്ന ഒരു വസ്തുവാണ്. അത് എപ്പോഴും വൃത്തിയുള്ളതും പൂർണ്ണമായതുമായിരിക്കണമെന്നാണ് വിശ്വാസം. പൊട്ടിയ കണ്ണാടിയിൽ മുഖം കാണുന്നത് നെഗറ്റീവ് ചിന്തകൾക്കും മനസ്സിലെ അസ്വസ്ഥതകൾക്കും കാരണമാകുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. വാസ്തുവിശ്വാസപ്രകാരം പൊട്ടിയ കണ്ണാടി വീട്ടിൽ സൂക്ഷിച്ചാൽ വീട്ടിലെ പോസിറ്റീവ് അന്തരീക്ഷം കുറയാം, സാമ്പത്തിക പുരോഗതിക്ക് തടസ്സമാകാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതും പണ്ട് മുതലേ ഉള്ള ഒരു വിശ്വാസം മാത്രമാണ് കേട്ടോ. വീട്ടിൽ പൊട്ടിയ കണ്ണാടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുക. കുട്ടികൾക്ക് അപകടമാകാതിരിക്കാൻ ശ്രദ്ധിച്ച് പൊതിഞ്ഞ് സുരക്ഷിതമായി ഒഴിവാക്കുക. അതിന് പകരം നല്ല നിലയിലുള്ള നല്ല കണ്ണാടി വാങ്ങി ഉപയോഗിക്കുക. അടുത്തത് നമുക്ക് നിന്നുപോയ ക്ലോക്കിനെ പറ്റി പറഞ്ഞാലോ. പഴയൊരു ഭിത്തിയിൽ വെക്കുന്ന ക്ലോക്കോ അതല്ലെങ്കിൽ ടേബിളിൽ വെക്കുന്ന ക്ലോക്കോ വർഷങ്ങളായി ഓടാതെ വീട്ടിൽ അലങ്കാരത്തിനായി വെച്ചിരിക്കുന്നവരുണ്ട്. ക്ലോക്ക് സമയം സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ അത് നിൽക്കുന്നത് ജീവിതത്തിലെ മുന്നേറ്റവും നിൽക്കുന്നതിൻ്റെ പ്രതീകമാണെന്ന് ചില വാസ്തുവിശ്വാസങ്ങൾ പറയുന്നുണ്ട്. വീട്ടിൽ നിർത്തിപ്പോയ ക്ലോക്ക് സൂക്ഷിച്ചാൽ കാര്യങ്ങൾ വൈകുക, തടസ്സങ്ങൾ വരിക, കുടുംബത്തിൽ ഉത്സാഹക്കുറവ് അനുഭവപ്പെടുക തുടങ്ങിയവ സംഭവിക്കാമെന്നാണ് ചിലരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ശരിയാക്കി വീണ്ടും ഉപയോഗിക്കുക. ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ വീട്ടിൽ കിടത്താതെ ഒഴിവാക്കുക. പ്രവർത്തിക്കുന്ന ക്ലോക്കുകൾ മാത്രം വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തത് ഉണങ്ങിപ്പോയതോ നാശമായതോ ആയ ചെടികൾ. പല വീടുകളിലും തുളസിയോ മണി പ്ലാന്റോ മറ്റ് അലങ്കാര ചെടികളോ ഉണങ്ങിയിട്ടും മാസങ്ങളോളം അതേപടി വച്ചിരിക്കുന്നത് കാണാം. പിന്നീട് മാറ്റാം എന്ന് കരുതിയിട്ടാവും അത് വെക്കുന്നത് അല്ലേ? പച്ചപ്പ് ജീവൻ്റെയും വളർച്ചയുടെയും പ്രതീകമാണെന്ന് പരമ്പരാഗതമായി കരുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണങ്ങിയ ചെടികൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ലെന്നാണ് ചില വാസ്തുവിശ്വാസങ്ങൾ പറയുന്നത്. ഉണങ്ങിയ ചെടികൾ വീട്ടിൽ നെഗറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാമെന്നും വീട്ടിലെ ഉന്മേഷം കുറയാമെന്നും ചിലർ വിശ്വസിക്കുന്നു. ഇത് ഒരു പരമ്പരാഗത വിശ്വാസമാണ്. ഉണങ്ങിയ ചെടികൾ മാറ്റി കഴിയുമെങ്കിൽ പുതിയ ആരോഗ്യകരമായ ചെടികൾ നട്ടുവളർത്തുക. ചെടികൾക്ക് ആവശ്യമായ വെള്ളവും പരിചരണവും നൽകുക. വീടിന് ഭംഗിയും ഉന്മേഷവും നൽകാൻ ഇത് സഹായിക്കും. ഇത് പൊട്ടിയ പാത്രങ്ങൾ. ചെറിയ വിള്ളൽ വന്ന ഗ്ലാസ്, കപ്പ്, പ്ലേറ്റ് എന്നിവ പലരും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ? വാസ്തുവിശ്വാസപ്രകാരം ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ വൃത്തിയും കേടുപാടില്ലാത്തതുമാകണം. പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് സമൃദ്ധിയുടെ പ്രതീകമല്ലെന്നാണ് പറയപ്പെടുന്നത്.
ഇത്തരം പാത്രങ്ങൾ ഉപയോഗിച്ചാൽ വീട്ടിൽ സാമ്പത്തിക സ്ഥിരത കുറയാമെന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വർദ്ധിക്കാമെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ പ്രായോഗികമായി നോക്കിയാലും വിള്ളൽ വന്ന പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് അപകട സാധ്യതയുള്ളതാണ്. പൊട്ടിയതോ വിള്ളലുള്ളതോ ആയ പാത്രങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. സുരക്ഷിതമായി ഒഴിവാക്കി നല്ല നിലയിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക. വീടിൻ്റെ വൃത്തിയും സുരക്ഷയും ഇതിലൂടെ നമുക്ക് മെച്ചപ്പെടുത്താം. അടുത്തതായിട്ട് പൊട്ടിയതോ ഉപയോഗിക്കാൻ കഴിയാത്തതോ ആയ ചെരുപ്പുകൾ ഉണ്ടാവും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ, അല്ലേ? പല വീടുകളിലായും വർഷങ്ങളായി ഉപയോഗിക്കാത്ത പഴയ ചെരുപ്പുകൾ, പൊട്ടിയ സാൻഡലുകൾ, കേടായ ഷൂകൾ എന്നിവ പിന്നീട് എന്തെങ്കിലും ആവശ്യം വരും എന്ന് കരുതി ഒരു മൂലയിൽ കൂട്ടിയിടാറുണ്ട് പലരും. വാസ്തുവിശ്വാസപ്രകാരം വീട്ടിൽ അനാവശ്യമായി കിടക്കുന്ന കേടായ വസ്തുക്കൾ നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ചെരുപ്പ് ദിവസവും പുറത്തു പോകാൻ ഉപയോഗിക്കുന്നതിനാൽ അത് വൃത്തിയായും ഉപയോഗയോഗ്യമായും സൂക്ഷിക്കണമെന്നാണ് പരമ്പരാഗതമായി പറയുന്നത്. ഇത്തരം കേടായ ചെരുപ്പുകൾ വീട്ടിൽ കിടന്നാൽ സാമ്പത്തിക പുരോഗതിക്ക് തടസ്സം വരുമെന്നും വീട്ടിൽ അനാവശ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാമെന്നും വിശ്വസിക്കുന്നു. ഉപയോഗിക്കാൻ കഴിയുന്ന ചെരുപ്പുകൾ മാത്രം വൃത്തിയായി ഉപയോഗിക്കുക. ഉപയോഗിക്കാൻ കഴിയാത്തവ സുരക്ഷിതമായി ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത ചെരുപ്പുകൾ വീട്ടിൽ കൂമ്പാരമായി സൂക്ഷിക്കാതിരിക്കുക. കേടായതും പൊട്ടിയതുമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പഴയ TV, മിക്സി, ഫാൻ, റേഡിയോ, മൊബൈൽ ഫോൺ, ചാർജർ തുടങ്ങിയവ കേടായാലും നമ്മൾ വിചാരിക്കും അതൊന്ന് റിപ്പയർ ചെയ്യാം എന്ന് കരുതി വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കും. വാസ്തുവിശ്വാസപ്രകാരം പ്രവർത്തിക്കാത്ത വസ്തുക്കൾ വീട്ടിൽ കെട്ടിക്കിടക്കുന്നത് ജീവിതത്തിലെ മുന്നേറ്റത്തെയും ഊർജത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വീട്ടിൽ അനാവശ്യമായ തിരക്കും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കും. ചിലർ ഇത് നെഗറ്റീവ് ഊർജവുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഇവ പൊടി പിടിച്ചിട്ട് ആ സ്ഥലം കൈയടക്കി അവിടെ നിൽക്കും. അത്രയേ ഉള്ളൂ അതിനെക്കൊണ്ടുള്ള ഉപകാരം, അല്ലേ? റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉടൻ തന്നെ ചെയ്യുക. അല്ല എങ്കിൽ അംഗീകൃത വേസ്റ്റ് ശേഖരണ കേന്ദ്രത്തിൽ നൽകുകയോ സുരക്ഷിതമായി ഒഴിവാക്കുകയോ ചെയ്യുക. വർഷങ്ങളോളം വീട്ടിൽ കെട്ടിക്കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. പ്രധാനപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ കീറിയതും വർഷങ്ങളായി ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങളുണ്ടാവും, അല്ലേ? പല വീടുകളിലും പഴയ ഷർട്ടുകൾ, സാരികൾ, മുണ്ടുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവ ഒരു ദിവസം ഇത് എടുക്കാം എന്ന് കരുതി വർഷങ്ങളോളം അലമാരയിലോ സ്റ്റോർ റൂമിലോ സൂക്ഷിച്ചിരിക്കും. വാസ്തുവിശ്വാസപ്രകാരം അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന വസ്തുക്കൾ വീട്ടിലെ പോസിറ്റീവ് അന്തരീക്ഷത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഉപയോഗമില്ലാത്ത വസ്തുക്കൾ കൂടുന്തോറും വീടിൻ്റെ ക്രമവും വൃത്തിയും ഒക്കെ നഷ്ടപ്പെടും. ഇത്തരം വസ്ത്രങ്ങൾ വീട്ടിൽ കെട്ടിക്കിടന്നാൽ മാനസികമായ ഒരു ഉന്മേഷക്കുറവും അതുപോലെ തന്നെ വീട്ടിൽ നെഗറ്റീവ് എനർജിയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. സാമ്പത്തിക പുരോഗതിക്കും ഇത് അനുകൂലമല്ലെന്നും കരുതുന്നു. ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലാണ് ഈ വസ്ത്രങ്ങളെങ്കിൽ ആവശ്യക്കാർക്ക് ദാനം ചെയ്യുക. കീറിയതും ഉപയോഗിക്കാൻ കഴിയാത്തതുമാണെങ്കിൽ ശരിയായ രീതിയിൽ ഒഴിവാക്കുക. അലമാര ഇടയ്ക്കിടെ വൃത്തിയാക്കുന്നത് നല്ല ശീലമാണ്. അനാവശ്യമായ പേപ്പറുകളും പഴയ മാലിന്യങ്ങളും അതെന്താണെന്ന് നോക്കിയാലോ? വീട്ടിൽ കെട്ടിക്കിടക്കുന്ന പഴയ പേപ്പറുകൾ, കാർട്ടൺ പെട്ടികൾ, മാസികകൾ, മാലിന്യങ്ങൾ എന്നിവ പിന്നീട് മാറ്റാമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം കെട്ടിക്കിടക്കും. വൃത്തിയും അടുക്കും ചിട്ടയുമുള്ള വീടാണ് മനസ്സിനും നല്ലത്. വാസ്തുവിശ്വാസപ്രകാരം അനാവശ്യ സാധനങ്ങൾ കൂടുന്നത് വീട്ടിലെ നല്ല അന്തരീക്ഷം കുറയ്ക്കുമെന്നാണ് പറയുന്നത്. പൊടിയും പ്രാണികളും വർദ്ധിക്കാനുള്ള സാധ്യത കൂടും. ചിലർ ഇത് നെഗറ്റീവ് ഊർജവുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. ആവശ്യമുള്ളവ മാത്രം സൂക്ഷിക്കുക. ബാക്കിയുള്ളവ റീസൈക്കിൾ ചെയ്യുകയോ ശരിയായ രീതിയിൽ ഒഴിവാക്കുകയോ പേപ്പറൊക്കെ ആണെങ്കിൽ കത്തിച്ച് കളയുകയോ ഒക്കെ ചെയ്യുക. മാസത്തിലൊരിക്കലെങ്കിലും സ്റ്റോർ റൂം വൃത്തിയാക്കുന്ന ശീലമുണ്ടായാൽ തന്നെ നമ്മുടെ വീടുകളൊക്കെ ഒരു പരിധിവരെ വൃത്തിയായി നെഗറ്റീവ് ഊർജ്ജമില്ലാത്ത രീതിയിൽ നല്ല പോസിറ്റീവായി തന്നെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം. തകർന്ന ഫർണിച്ചറുകൾ, കാലൊടിഞ്ഞ കസേര, വാതിലിളകിയ അലമാര, ഉപയോഗിക്കാൻ കഴിയാത്ത മേശ, ഇങ്ങനെ പലതും ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വർഷങ്ങളോളം വീട്ടിൽ കിടക്കാറുണ്ട്. വാസ്തുവിശ്വാസപ്രകാരം തകർന്ന വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളർച്ചയ്ക്കും ഐശ്വര്യത്തിനും നല്ലതല്ലെന്നാണ് പറയുന്നത്. കൂടാതെ ഇവയൊക്കെയും അപകട സാധ്യതയും ഉണ്ടാക്കുന്നവയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ വീട്ടിലെ ഭംഗിയും ക്രമവും നഷ്ടപ്പെടും. റിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ശരിയാക്കുക. അതില്ല എങ്കിൽ വീട്ടിൽ കെട്ടിക്കിടക്കാതെ സുരക്ഷിതമായി ഒഴിവാക്കുക. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വാസ്തുവിശ്വാസങ്ങളിലും പരമ്പരാഗതമായ ധാരണകളിലും പറയപ്പെടുന്നവയാണ്. നിങ്ങളവ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാം.
4. എല്ലാവർക്കും ബാധകമായൊരു കാര്യം. വീട് വൃത്തിയായും ക്രമമായും അനാവശ്യ സാധനങ്ങൾ ഒഴിവാക്കിയും സൂക്ഷിക്കുന്നതാണ് മനസ്സിനും ജീവിതത്തിനും നല്ലത്. അതിനാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ചുറ്റും നോക്കിയേ. ഉപയോഗമില്ലാത്തതും തകർന്നതുമായ വസ്തുക്കളുണ്ടെങ്കിൽ ക്രമേണ അതൊക്കെ ഒഴിവാക്കൂ. വൃത്തിയും ക്രമവും നിറഞ്ഞ വീട് എപ്പോഴും സന്തോഷം നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തരത്തിൽ അത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും കമൻറ്റും തരണം കേട്ടോ. ഞാൻ കാത്തിരിക്കും.